കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ വയോജന സംഗമം വേറിട്ട വിരുന്നായി മാറി. ഒപ്പരം എന്ന പേരിൽ പാറപ്പള്ളിയിൽ സംഘടിപ്പിച്ച പരിപാടി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ഒപ്പരം എന്ന പേര് എല്ലാ തരത്തിലും അന്വർത്ഥമാക്കുന്നതായിരുന്നു കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം. പാറപ്പള്ളിയിൽ വെച്ച് നടത്തിയ സ്നേഹസംഗമം പരിപാടി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വൃദ്ധസദനം എവിടെയാണ് കാസർഗോഡ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ആരും ആലോചിക്കാതെ തന്നെ പറയും അത് പരവലെടുക്കമാണ്. പരവലെടുക്കം വയോജന കേന്ദ്രം വൃദ്ധസദനമുണ്ട്. അതുപോലെ തന്നെ മഹിളാ മന്ദിരമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ മക്കളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവിടെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട്. പെൻഷൻ മാസത്തിൽ 1600 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പെൻഷൻ വാങ്ങുന്ന അമ്മമാരും അച്ഛന്മാരും ആ വയോജന മന്ദിരത്തിലുണ്ട്, വൃദ്ധസദനത്തിലുണ്ട്. അപ്പൊ പോസ്റ്റ്മാനെ കൂട്ടിക്കൊണ്ടിരുന്നത് നേരത്തെ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സർക്കാർ പറഞ്ഞത് നിങ്ങളെ വീട്ടുമുറ്റത്തേക്ക് പെൻഷൻ കൊണ്ടുവരണമെങ്കിൽ അത് അങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ബാങ്കിലേക്ക് വരണമെങ്കിൽ ബാങ്കിലേക്ക് നിങ്ങളെ പെൻഷൻ വരുമെന്നാണ് പറഞ്ഞത്. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ, പഞ്ചായത്ത് റിസോഴ്സ് പേഴ്സൺമാരായ കെ രാമചന്ദ്രൻ മാസ്റ്റർ, എ സലീം, എഴുത്തുകാരൻ നാരായണൻ അമ്പലത്തറ, പി നാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു. വയോ ക്ലബ്ബ് സെക്രട്ടറി പി എം രാമചന്ദ്രൻ സ്വാഗതവും വാർഡ് കൺവീനർ പി ജയകുമാർ നന്ദിയും പറഞ്ഞു. വാർഡിൽ രൂപീകരിച്ച സായാഹ്നം വയോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ 11 അയൽസഭാ കൂട്ടായ്മകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവയിലെ 250ഓളം വരുന്ന അംഗങ്ങൾ വിവിധങ്ങളായ 50 ഇനം പരിപാടികൾ അവതരിപ്പിച്ച് സ്നേഹസംഗമത്തിന് ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും പൊലിമ സമ്മാനിച്ചു. പ്രായം മറന്ന് അമ്മമാർ അവതരിപ്പിച്ച ഒപ്പന, സംഘനൃത്തം, സംഘഗാനം എന്നിവയും ലാലൂരിലെ പങ്കജാക്ഷി, ചുണ്ണംകുളത്തെ കല്യാണി എന്നിവരുടെ നൃത്തവും കാഴ്ചക്കാരിൽ ആശ്ചര്യവും ആഹ്ലാദവും ഉണർത്തി. മാപ്പിളപ്പാട്ട്, പൂരക്കളി, കോൽക്കളിപ്പാട്ട്, നാടൻപാട്ട്, നാട്ടിപ്പാട്ട്, കവിത, സിനിമാഗാനം എന്നിവയെല്ലാം അയൽസഭയിലെ അംഗങ്ങൾ ആവേശത്തോടെ അവതരിപ്പിച്ചു. എഴുപതും 80ഉം വയസ്സ് പിന്നിട്ട അമ്മൂമ്മമാരും ആദ്യമായി സ്റ്റേജിൽ കയറുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഷാന ബാലൂർ, രതീഷ് അമ്പലത്ര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പെരിയ. ഞാൻ 1 വയസ്സ് മുതൽ 66 വയസ്സായ ഞാൻ 1 വയസ്സിലേ കളിച്ചിട്ടില്ല. ഇനി